24ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ഗീവ് റിയാക്ഷൻ വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. എന്ത് എളുപ്പമാണ്. അമീൻസ് ചാപ്റ്ററിൽ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകളെ തിരിച്ചറിയാനുള്ള ഒരു ഡയറക്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് അറിയാം. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് SO2Cl ഇയാളെയാണല്ലോ ഹിൻസ്ബർഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അരയിൽ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് NCERT പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബെൻസീൻ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈമറി, സെക്കൻഡറി അമീനുകളാണ് ഈ റിയേജൻറ്റുമായി റിയാക്ട് ചെയ്യുന്നത്. ടെർഷറി അമീനുകൾ റിയാക്ട് ചെയ്യാറില്ല. അത്തരത്തിൽ എത്ര ആൾക്കാർ ഇതിനകത്തുണ്ടെന്നാണ് നമുക്ക് നോക്കാം. ഈ ഒന്നാമത്തെ കോമ്പൗണ്ട് അത് ഒരിക്കലും ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനല്ല. അത് ഡയാസോണിയം സോൾട്ടാണ്, അത് വരില്ല. രണ്ടാമത്തത് അമൈഡാണ്, NHC ഡബിൾ ബോണ്ടുണ്ട്, അതും വരില്ല. മൂന്നാമത്തത് ശരിയാണ്, അനിലിനാണ്. അയാൾ ഒരു പ്രൈമറി ആരോമാറ്റിക് അമീനാണ്. അയാൾ ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ് തരാൻ സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത കോമ്പൗണ്ടും അവിടെ നൈട്രജനിൽ ഹൈഡ്രജനൊന്നുമില്ല. പ്രൈമറി, സെക്കൻഡറി അമീൻ അല്ല വന്നിരിക്കുന്നത്. അടുത്ത കോമ്പൗണ്ടിലേക്ക് വന്നാൽ NH ആണ്. അവിടെ എന്താ പറയുന്നത്, ഒരു സെക്കൻഡറി അമീനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഹിൻസ്ബർഗ് റിയേജൻറ്റ് തരും. ടിക്ക് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട്. അടുത്ത കോമ്പൗണ്ടിൽ നൈട്രജൻ്റെ 3 വാലൻസിയിലും ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ നമുക്കത് ടെർഷറി അമീനായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ വെറും നൈട്രജനായിട്ട് എടുക്കുകയാണെങ്കിലും അയാളും ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ് തരില്ല. അടുത്ത കോമ്പൗണ്ടിൽ 2 NH2 ഗ്രൂപ്പുണ്ട്. ഉറപ്പായും അതിനെ നമുക്ക് പ്രൈമറി അമീൻ കാറ്റഗറിയിൽ എടുത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് കിട്ടും. അപ്പം 3 കോമ്പൗണ്ടായി ഇപ്പോൾ തന്നെ. അടുത്ത കോമ്പൗണ്ടും NH ആണ്. അവിടെ നമുക്ക് നൈട്രജനിൽ ഒരു ഹൈഡ്രജനുണ്ട്. സെക്കൻഡറി അമീൻ്റെ കാറ്റഗറിയിൽ എടുത്തിട്ട് ഈ റിയാക്ഷൻ തരും. അടുത്ത പിരിഡിനാണ്. പിരിഡിന് ഒരിക്കലും ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ് തരില്ല, അരോമാറ്റിക് ആണത്. അപ്പോൾ അതും ആൻസർ തരില്ല. അടുത്ത കോമ്പൗണ്ട് പ്രൈമറി അമീനാണ്. ഉറപ്പായും ഈ പറയുന്ന റിയാക്ഷൻ തരും. അപ്പോൾ തന്നെ ഇപ്പോൾ 5 കോമ്പൗണ്ടായി. അടുത്തൊരു അമൈഡാണ്. നമ്മൾ ആ അമൈഡ് ഒരിക്കലും ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ് തരില്ല. സോ ആൻസർ 5. ഈ കൂട്ടത്തിൽ 5 പേരാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ് തരുന്നത്. ഈസി ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ നോക്കേണ്ടത് ഇത്രമാത്രം, പ്രൈമറി, സെക്കൻഡറി അമീൻ ഉണ്ടോ എന്ന് നോക്കുക. ടെർഷറി ഉണ്ടെങ്കിലും ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ് തരില്ല. ടെർഷറി അമീൻ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. പ്രൈമറിയും സെക്കൻഡറിയുമാണ് റിയാക്ഷൻ തരുന്നതെന്ന് NCERT ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടെസ്റ്റ്. അമൈൻസ് ചാപ്റ്ററിലാണ് നമ്മളിത് റെഫർ ചെയ്യുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.